അവനെ വിട്ടാ പറ്റില്ല. അറിയരുത്, ഞാൻ അറിഞ്ഞു എന്നറിയരുത്. അച്ഛന് കോഫി എടുക്കാൻ പറഞ്ഞിട്ട്? ആവശ്യമുണ്ടായിട്ട് ചോദിച്ചതല്ല, എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്തിന്? നിന്റെ അച്ഛന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, ആങ്ങളയ്ക്കും. പക്ഷേ ഇപ്പൊ ഓവർ ആക്ടിങ്ങിൽ പൊളിഞ്ഞുപോയി. ഇത്രയും നാൾ അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? മുരളിട്ടാ, വാർത്ത അറിഞ്ഞില്ലേ? എന്ത് വാർത്ത? മീര വധക്കേസിലെ പ്രതിയെ നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് DIG പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഓ പിന്നെ, ഇതൊക്കെ അവര് പണ്ടേ പറയുന്നത്. ഇതങ്ങനെയൊന്നും അല്ല മുരളിട്ടാ. പത്രസമ്മേളനത്തിൽ വസുന്ധരാമയുടെ ഉണ്ടായിരുന്നു. നാളെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമെന്നൊരു അറിയിപ്പ് പോലെയാ DIG പറഞ്ഞത്. ഇനി എന്തായാലും അതിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ ആവില്ലേ? ഗവൺമെന്റും ഇടപെടും. അതിനിപ്പോ പ്രതി ആരാ? അവർ പറയുന്ന സൂചനകൾ വെച്ച് നോക്കിയാ ചന്ദ്രോത്ത് നിന്നായിരിക്കും അറസ്റ്റ് നടക്കുന്നത്. ചന്ദ്രോത്ത് നിന്നോ? ആ, അങ്ങനെ കൃത്യമായിട്ട് ചന്ദ്രോത്ത് നിന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇനി നന്ദനെയാവൂ അവർ ലക്ഷ്യം വെക്കുന്നത്. അമ്മ ഇരിക്കുന്നില്ലേ? ഇതാർക്ക് ആഹാരം എടുക്കുന്നത്? ഇത് നന്ദന് വേണ്ടിയാ. അവനെന്തിനാ പാത്രത്തിൽ പ്രത്യേകിച്ച് എടുക്കുന്നത്? അവനിപ്പം നമ്മളോടൊപ്പം ഇരുന്ന് കഴിക്കാനൊന്നും താല്പര്യമില്ലല്ലോ. മുറിയിൽ ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കുന്നത്. അവന്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ. അതൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ട് വരും. വേണ്ട സിദ്ധു, മക്കളുടെ ഇഷ്ടങ്ങൾക്ക് അച്ഛനമ്മമാര് കൂട്ടു നിൽക്കണം എന്നല്ലേ. ഞാൻ അവന് കൊണ്ടുപോയി കൊടുക്കാം. അവനും അതായിരിക്കും അച്ഛാ ഇഷ്ടം. അതെ. അമ്മേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട, നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ, ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം. ഈ അമ്മയുടെ ഒരു കാര്യം. നിങ്ങൾ കഴിച്ചോ? ആ, അച്ഛൻ കഴിക്കേ. അമ്മ ഇപ്പൊ വരും. സത്യം പറഞ്ഞാലേ ഈ രാത്രി അകത്തിടക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. നീര, രചന ചേച്ചി ഒന്നും തിരിഞ്ഞിരുന്നെങ്കിൽ ആകെ കുഴപ്പമായേനെ. അമ്മയുടെ കണ്ണിപ്പെടാതെയും ഈശ്വരൻ രക്ഷിച്ചു. ഈശ്വരനല്ല, അച്ഛന്റെ ആക്ടിങ് ആ രക്ഷപ്പെടുത്തിയത്. ചേച്ചിയായിരിക്കും. ഭക്ഷണം കഴിക്കാനാണോ ചേച്ചി? ഞാൻ പിന്നെ വരാം. നീ വാതില് തുറക്കടാ. അയ്യോ ആന്റി, തുറക്കടാ. നീ അത് വയ്ക്കോ. അമ്മേ, എന്താ ഇത്?
മനസ്സിലായില്ലേ ഭക്ഷണം? അത് മനസ്സിലായി. അല്ല, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അങ്ങോട്ട് വന്നാലും നീ ഭക്ഷണം എടുത്ത് ഇവിടെ വന്നിരുന്നു തന്നെയല്ലേ കഴിക്കുന്നത്? അപ്പൊ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എനിക്കറിയാം, ഞാൻ മുറി വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് ദേഷ്യമുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏയ്, അതൊന്നുമല്ല. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭാര്യയെ കാണാതിരിക്കുന്ന ഒരു ഭർത്താവിന്റെ സങ്കടം ഞാൻ അറിയണ്ടേ? നീ വിഷമിക്കണ്ട, വൈകാതെ തന്നെ ഒക്കെ ശരിയാവും. താങ്ക് യു അമ്മേ. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ. എനിക്കൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നുന്നു. നിന്റെ വിഷമങ്ങളൊക്കെ വൈകാതെ തീരുമെന്നും കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനമാവുമെന്നും മനസ്സ് പറയുന്നത് പോലെ. അതെ അമ്മേ, എല്ലാം ശരിയാവും. അമ്മ ഇതുപോലെ പോസിറ്റീവായിട്ട് നിന്നാ ഒക്കെ നേരെയാവുമേ. ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഭക്ഷണം കഴിക്കും. നിങ്ങളോ? നീ ദേവിക ഓർത്തല്ലേ കഴിക്കാറുള്ളൂ. ശരി, പെട്ടെന്ന് കഴിക്കാം. എന്താ നന്ദു? നിന്റെ അമ്മായിമ്മ മരുമോക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ. എന്താ ഈ പറയുന്നേ? അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അമ്മദ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാനും കേട്ടു, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ നമുക്ക് അനുകൂലമാവുന്നതിന്റെ ലക്ഷണങ്ങളാ ഇതൊക്കെ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പോ ഭക്ഷണം കഴിക്കേ. വാ, വന്നേ, ഇരിക്കും. ഇങ്ങതാ. ആ ദേവി കഴിക്കും. നന്ദു കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. മോളെ, നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ കൂടെ ഉണ്ടായിരുന്ന പ്രകാശ് വിദേശത്തേക്ക് പോവാ. നിന്നോട് യാത്ര ചോദിക്കുക പ്രകാശ്. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ ആൻറ്റി. സർ, ഇത്ര പെട്ടെന്ന് പ്രകാശ് വിദേശത്തേക്ക് പോകുമെന്ന് കരുതിയില്ല. അക്ഷരാർത്ഥത്തില് ഞങ്ങൾ ശൂന്യരാവാൻ പോവാ. മോനെ, ബാലു നിനക്ക് MLA സീറ്റ് വാങ്ങിത്തരാൻ തയ്യാറായി നിൽക്ക്. മോൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നിനക്ക് നല്ല ഭാവിയുണ്ട്. രാഷ്ട്രീയം വേണ്ടെങ്കിൽ മോൻ അഭിനയത്തിൽ സജീവമാകാമല്ലോ. ഒന്നും വേണ്ട മാഡം. എന്തോ ഒരു മടുപ്പ് പോലെ. സാറിന്റെയും മേഡത്തിന്റെയും ദുഃഖം തന്നെയാ വിട്ടുപോകാനൊരു പ്രധാന കാരണം. ഇവിടെ നിന്നാൽ എന്റെ വിഷമം കൂടും. ഒരർത്ഥത്തില് പ്രകാശിൻ്റെത് നല്ല തീരുമാനം തന്നെയാണ്. ഒന്ന് മാറി നിന്ന മനസ്സിന്റെ മരവിപ്പൊക്കെ മാറും. പ്രകാശിനും സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണല്ലോ മീര.
ദുഃഖം കാണും. ഒരു കാര്യം ചെയ്യാം, എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഓടി വരാം. ഏയ് അതൊന്നും വേണ്ട സാർ. അവിടെ വെച്ച് പിരിയുന്നത് കൂടുതൽ വിഷമാവും. ഹലോ, അതെയോ? ആണോ? നോക്കട്ടെ. ചന്ദ്രേ, നീ പെട്ടെന്ന് TV വെച്ച് കേസിന്റെ വാർത്ത പോകുന്നു. കോളിളക്കം സൃഷ്ടിച്ച മീര വധക്കേസ് പ്രതി ആരെന്ന് ഇന്നറിയാം. നാടിനെ നടുക്കിയ മീര വധക്കേസിലെ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ വസുന്ധര മാധ്യമങ്ങളെ അറിയിച്ചു. MLA ആയിരുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ രാജിയിലേക്ക് എത്തിച്ച മീര വധക്കേസ് തെളിയുന്നതോടെ കേരള രാഷ്ട്രീയത്തിലും അതിന്റെ പ്രതിഫലനമുണ്ടാകും. മീരയുടെ കൊലപാതകി ആര് എന്നതിലേക്കായിരിക്കും ഇനിയുള്ള ഓരോ നിമിഷവും കേരളത്തിന്റെ ശ്രദ്ധ. മീര വധക്കേസ് നാൾ വഴികളിലൂടെ നമുക്കൊന്നു പോയി വരാം. MLA ആയിരുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ കേസ് അന്വേഷണം പൂർത്തിയായല്ലേ? ഏയ്, ഇതൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമല്ലേ? ഈ വസുന്ധരയെ സിദ്ധാർത്ഥൻ സ്വാധീനിച്ചിരിക്കുക. ഇനിയിപ്പോ വേറെ ആരെയെങ്കിലും പ്രതിയാക്കി കേസ് ചാർജ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഇന്ന് തന്നെ ഞാൻ CM-നെ കാണും. ഇതിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ആ DIG-ക്കും പിടിച്ചെടുക്കാനുള്ള അടവാ. പക്ഷേ ഈ വാർത്തയില് എനിക്കെന്തോ വിശ്വാസം തോന്നുന്നില്ല. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ പ്രകാശിനെ അറിയിക്കാം. ഇനിയിപ്പോ വൈകിക്കണ്ട, പ്രകാശ് ഇറങ്ങിക്കോളൂ. മേഡം ശരി. ഗുഡ് മോർണിംഗ് സർ. ഇത് എത്ര പ്രാവശ്യമായി മാഡം ഇങ്ങോട്ടുള്ള വരവും പോക്കും? നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനല്ലേ ഇതൊക്കെ? അതോ ഞങ്ങളെ പ്രഷർ ചെയ്ത് കുറ്റം സമ്മതിപ്പിക്കാനോ? ഇന്ന് വന്നത് പ്രതി അറസ്റ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് സർ. വാർത്തകൾ കണ്ടില്ലായിരുന്നോ? മീര വധക്കേസ് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന്. അത് കണ്ടു. അതുകൊണ്ട് എന്നാ ചോദിച്ചത്, ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ പ്രതി ഉള്ളിടത്ത് പോണം, അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യം എന്താ? ഇവിടെയാണല്ലോ സാർ യഥാർത്ഥ പ്രതിയുള്ളത്. അതെ, ഇവിടെ ഇന്ന് അറസ്റ്റ് നടക്കും. പ്രതി എന്റെ കയ്യെത്തും ദൂരത്ത് സുരക്ഷിതമായി നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മകൻ രക്ഷിക്കാൻ ഇവിടുന്ന് ഒരാളെ പ്രതിയെന്ന പേരിൽ കസ്റ്റഡിയിലെടുക്കാന്നാണോ? സാറിനത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും ഞങ്ങൾക്ക് മുഖം രക്ഷിച്ചല്ലേ പറ്റൂ സാർ. ഓ, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. ഓരോരോ കമന്റുകൾ കാണണേ. ഇവരെവിടുത്തെ IPS ആണ്? തെക്ക് വടക്ക് നടക്കലല്ലേ ഇവരുടെ പണി. അല്ലാതെ ഇവരെ കൊണ്ട് ഒന്നും പറ്റില്ല. വലിയ വാചം അടിക്കുന്നല്ലാതെ
ഇവരെ കൊണ്ടൊന്നും പറ്റില്ല. ആ വസുന്ധര IPS ഭയങ്കര ഓവറാണ്. നാണക്കേട് കാരണം വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ലേ ഷൈജ? അതെ മാഡം. അതാണ്. അപ്പ തീരുമാനിച്ചു, എന്തായാലും ഇന്ന് അറസ്റ്റ് നടത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. അറസ്റ്റിന് പറ്റിയ ദിവസവും കൂടിയാണെന്ന്. എന്തായാലും രാഹുകാലത്തിന് മുന്നേ പ്രതിയെ കസ്റ്റഡിയിലെടുത്തേക്കാം. നിങ്ങളെ തടി രക്ഷിക്കാനായിട്ട് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകുന്ന സ്വപ്നം പോലും കരുതണ്ട. ഇന്ന് ഇവിടുന്ന് തന്നെ ആ ആളിനെ ഞാൻ കൊണ്ടുപോയിരിക്കും. കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ വീട്ടിനകത്ത് കയറാൻ സാധിച്ചിട്ട് വേണ്ടേ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകാൻ? സത്യം പറഞ്ഞ എനിക്ക് സാറിനോട് സഹതാവ് മാത്രമാണുള്ളത്. സാറിന് സാറിന്റെ കൂട്ടുകാരോട് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല, അണികളോടും പറ്റില്ല, പാർട്ടിക്കാരോടും പറ്റില്ല. അപ്പൊ പിന്നെ സാർ എങ്ങനെയാണ് പോലീസേനോട് ജയിക്കാൻ പോകുന്നത്? ഒന്നാമത് പോലീസിന്റെ അഭിമാന ദിവസമാണിന്ന്. മീര കൊലക്കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം. ഇവിടുന്ന് പ്രതിയെ കൊണ്ടുപോകുന്നത് വളരെ രഹസ്യമായിട്ട് മതിയെന്ന് വെച്ചിട്ടാണ് മാധ്യമങ്ങൾക്കൊന്നും ഇവിടെയാണ് ഞാനുള്ളതെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാതിരുന്നത്. ഇനി തടസ്സം നിന്ന് പ്രശ്നം സൃഷ്ടിച്ച പത്രക്കാരും ഫോഴ്സും ഒരുപാട് ഈ വീടിന്റെ ഫ്രണ്ടിലെത്തും. തടയാൻ നിന്ന അതും ടിവിക്കാര് വാർത്തയാക്കും. വെറുതെ അവർക്ക് വാർത്ത ഉണ്ടാക്കി കൊടുക്കണോ സാർ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല. എന്റെ വീടിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധു, മാറിക്കൊടുക്ക. എന്താ അവരുടെ തീരുമാനം എന്ന് വെച്ചാ അവരത് ചെയ്യട്ടെ. പ്രൊഫസർക്ക് ബുദ്ധിയുണ്ട്. വരണം സാർ. മാഡം, ഇതിപ്പോ സാർ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. ആരെയായിരിക്കും ഇവിടുന്ന് ഞാൻ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നതെന്നല്ലേ? നിലവിലിവിടെ 4 അംഗങ്ങളല്ലേ ചന്ദ്രോത്തുള്ളത്. പ്രഭാവതി, സിദ്ധാർത്ഥ്, രജനി ആൻഡ് നന്ദൻ. ഇവിടെ നന്ദൻ ഒഴികെ ബാക്കി 3 പേരുമുണ്ട്. അപ്പോ നന്ദൻ കൂടെ വന്നിട്ട് നമുക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാം. നന്ദൻ ഈ വീട്ടിലുണ്ടല്ലോ അല്ലേ? നന്ദൻ എവിടെ മോളെ? നന്ദൻ എവിടെയാണ്? ഇവിടെ മുകളിലുണ്ട്. മോള് പോയി വിളിച്ചിട്ട് വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.